ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ ഈവനിങ് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ആ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയായി നിൽക്കലാന്ന്. ഉച്ച കഴിഞ്ഞപാടെ ഇറങ്ങണമെന്നെല്ലാം വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചധികം സ്ഥലങ്ങളിലേക്കെല്ലാം പോകാമല്ലോ. പിന്നെ ഇങ്ങനെ മാറ്റി റെഡിയായി തീരുമ്പോഴത്തേക്ക് ടൈം കുറേ ആയിപ്പോയി. അതിപ്പോൾ എവിടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താലും അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ച സമയം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ റെഡിയായി കീറുള്ളൂ. പിന്നെ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതന്നെയായിരിക്കും കേട്ടോ അവസ്ഥ. ഞാൻ പർദ്ദയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഡ്രസ്സോ ഷാളോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മോളെൻ്റെ ബേക്കിൽ നിന്ന് മാറൂല. പിന്നെ എവിടെയും പോകാൻ കഴിയില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് താഴെയിറങ്ങുകയും ചെയ്യൂല. ഞാനില്ലാണ്ട് ഉമ്മയും ആരെങ്കിലും ഇങ്ങനെ പുറത്തേക്കെല്ലാം പോകുന്നെങ്കിൽ ഭയങ്കര മുന്നിലുണ്ടാവും കേട്ടോ റെഡിയായിട്ട് മോള്. ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഉമ്മയും അനിയത്തിയും കൂടിയിട്ട് എടുത്തോടിയിട്ടുണ്ട്. എന്നെ ആ പരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും കരയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ ബേക്കിൽ ഒറ്റക്ക് നടക്കുന്നുണ്ട്, അവരിങ്ങനെ മുന്നിൽ നടക്കുന്നുണ്ട്. ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ എടുത്ത് നടക്കേണ്ടി വരും. പിന്നെ ഒരു സ്ഥലത്ത് കീയുകയും ചെയ്യൂല ഇറങ്ങുകയും ചെയ്യൂല, അങ്ങനെയാണ്. അങ്ങനെ ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാൻസി ഉണ്ട്. അതിപ്പോൾ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ആ ഫാൻസിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ മാടി വിളിക്കും കേട്ടോ. അപ്പോൾ അനിയത്തി മോക്ക് വേണ്ടിയിട്ട് 2 വള വാങ്ങിച്ചിട്ടുണ്ടേനു. അപ്പോൾ അത് ഭയങ്കര വലിയ സൈസായിട്ട് അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എല്ലാം ഇങ്ങനെ എടുത്തു പോകും. അങ്ങനെ ഇതാ കുറച്ച് സ്ലൈഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഇങ്ങനെ മുടി കെട്ടിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ചിലപ്പോൾ എല്ലാം വെക്കൂ. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടാൻ നേരെ സെക്കൻഡിൽ അങ്ങനെ ഊരലുണ്ട്. ഇപ്പം ഇങ്ങനെ കുറച്ചെല്ലാം ഇങ്ങനെ മയക്കി ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ സ്ലൈഡെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി തോന്നും. പിന്നെ ഇതാ ഈ ഒരു പൂച്ചക്കുട്ടി കണ്ടാ ഞാനൊരിക്കൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലും കുൽമാലെല്ലാം ആക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ അവിടെ തന്നെ. അപ്പം അതിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കരഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാവൂ മാവൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഓരോന്ന് കാണിച്ച് അങ്ങനെ മനസ്സെല്ലാം മാറ്റി കുറച്ച് സ്ലൈഡെല്ലാം ഇല്ലാത്ത കളറെല്ലാം നോക്കിയിട്ട് അങ്ങനെ ചൂസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇതുപോലത്തെ ഹെയർ ആക്സസറീസ് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈമെല്ലാം ഇങ്ങനെ പാട്ടെല്ലാം പാടിക്കൊടുത്ത് ഇങ്ങനെ മനസ്സെല്ലാം മാറ്റിക്കഴിഞ്ഞ് ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് ടൈമെല്ലാം ഇങ്ങനെ മുടിയിൽ അങ്ങനെ വെക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര ഒരു ഇതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ പിങ്ക് കളർ ഉണ്ടായിട്ടില്ലേനു, അതുകൊണ്ട് അങ്ങനെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു കളറ് അവിടെ ഉള്ളത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്പി വരുന്ന ടൈപ്പില്ലേ അതങ്ങനെ വാങ്ങിക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. മോളിങ്ങനെ വലിച്ചു വരുന്ന ടൈം മുടി ഇങ്ങനെ വേദന എടുക്കുമല്ലോ. ഞാൻ അധികം ഒരു ടിക് പോലത്തെ സംഭവമാണ് വാങ്ങിക്കൽ. പിന്നെ അതിൻ്റെ ക്ലിപ്പ് ഇവിടെ അത്രത്തോളം കണ്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മ പറഞ്ഞത് വളയും കൂടി വാങ്ങിക്കാന്ന്. അപ്പോൾ ഒരു മുക്ക് ടൈപ്പ് വളയുണ്ടാവല്ലോ, പെട്ടെന്ന് കളറ് പോകുന്നതാണ്. 30 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്, ഒരു വൈറ്റ് ഗോൾഡെല്ലാം വരുന്ന പോലെ കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട്. അങ്ങനെ 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോൾഡെല്ലാം ആകുമ്പോൾ മോള് ഇങ്ങനെ ഇപ്പോൾ സ്വന്തമായിട്ട് ഊരിയിട്ട് എവിടെയെങ്കിലും കൊണ്ടിടും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഗോൾഡ് ഇട്ട് കൊടുക്കുകയില്ല. അങ്ങനെ മുക്കിൻ്റെ ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് ഇവിടെ കുറേ സ്റ്റേഷനറി ഐറ്റംസും ഗിഫ്റ്റ് ബോക്സും അങ്ങനെ എന്തെല്ലോ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ അതെല്ലാം വെറുതെ ഇങ്ങനെ കുറേ നോക്കിയിരുന്ന് ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഓട്ടോ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഓട്ടോ കിട്ടിയിട്ടുണ്ടായത്. കുറേ സമയം ഓട്ടോയും വെയിറ്റ് ചെയ്തിട്ട് തന്നെ പോയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളിപ്പോൾ ഓട്ടോയിൽ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെടിയല്ല, നമ്മൾ കണ്ണൂർ ഫെയറിനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറൈൻ എക്സ്പോ എന്നെല്ലാം കണ്ടിട്ട് കുറേ ആയി കേട്ടോ വിചാരിക്കുന്നു ഇവിടേക്ക് പോകണമെന്ന്. അപ്പോൾ ഈ ഒരു മീനിനെല്ലാം കാണുമ്പോൾ മോക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരാൾക്ക് 120 രൂപയേനു. അപ്പോൾ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം ഫ്രീ ആണ് കേട്ടോ. അപ്പം അത്ര വലിയ എക്സ്പെക്ടേഷനോട് കൂടിയിട്ടൊന്നല്ല പോകുന്നത്. യൂട്യൂബിലെല്ലാം കുറേ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ അതിലെല്ലാം പറയുന്നുണ്ട് അതിന് അത്ര വേർത്തല്ല അങ്ങനെ പറയുന്ന കേട്ടിന്. അപ്പോൾ അങ്ങനെ എന്തായാലും വെറുതെ ഒന്ന് പോയി നോക്കാന്നുള്ള രീതിക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഫുള്ള് ആഡ് ചെയ്യുന്നു, ഓരോ ബ്രാൻഡിൻ്റെയും ഓരോ ഷോപ്പിൻ്റെയും എല്ലാം ആഡെല്ലാം വെച്ച് കുറച്ചിങ്ങനെ നടന്നപ്പാന്ന് പിന്നെ ഉള്ളിലേക്ക് APJ അബ്ദുൽ കലാമിൻ്റെ കുറേ പ്രതിമയും പിന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും അങ്ങനെയെല്ലാം കണ്ടത്.
അപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നു കേട്ടോ കണ്ണൂരിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളെല്ലാം വരുന്നത്. അല്ലെങ്കിൽ ഫെയറെല്ലാം വന്നു കഴിഞ്ഞാൽ വെറും ഈ ഒരു എക്സിബിഷൻ പോലെ അങ്ങനെ മാത്രമല്ല ഉണ്ടാവല്. ഇതുപോലെല്ലാം കാണുന്നത് ആദ്യമായിട്ട് കാണുന്ന പോലെ തോന്നി. അപ്പം അതിൻ്റെ കൂടെ എല്ലാം കുറേ ഫോട്ടോ ഇങ്ങനെ അവിടെ ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുത്ത്. അപ്പോൾ മോൾക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്നതാന്ന്. അപ്പോൾ ഉപ്പാപ്പ പേടി എന്നെല്ലാം പറയുന്നുണ്ടേനു. ഉപ്പാപ്പനെ പേടിയെന്നല്ലോ. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ മൃഗങ്ങളെല്ലാം ഇങ്ങനെ സൗണ്ട് കേട്ടത് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാന്ന്. അപ്പോൾ ഒരു ഫോറസ്റ്റ് പോലെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറേ പ്രതിമയും അങ്ങനെയും എന്തെല്ലോ കുറേ ഒരു നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഡിസ്നി വേൾഡ് പോലെല്ലാം തോന്നി. അപ്പോൾ ഇതാ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫുള്ള് ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ടെല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് ഓരോ ജീവികളെല്ലാം. അപ്പോൾ എന്തായാലും നമ്മൾ പൈസയും കൊടുത്ത് കയറിയതല്ലേ. നമ്മൾ എല്ലാ സ്ഥലത്തും കുറേ ടൈം വന്നിട്ടാണ് കേട്ടോ. മെല്ലെ ഞാൻ ഓരോ സ്ഥലത്തേക്കും പോയിട്ടുണ്ടായിന്. എല്ലായിടത്തും കുറേ സമയം നോക്കി നിന്ന് കുറേ ടൈമെല്ലാം അവിടെ എല്ലാം ഇരുന്ന് അങ്ങനെയല്ലാണ് കേട്ടോ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായത്. അപ്പം നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുപോയാൽ നല്ലോണം മുതലാവും കേട്ടോ. അപ്പോൾ അത്രത്തോളം കാണാനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ മോക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. മങ്കിയും പിന്നെ അറിയുന്ന ഓരോ ജീവികളെയും എല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഓരോ പേരെല്ലാം പറയുന്നുണ്ടായിന്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. വന്ന് തന്നെ കുറച്ചൊരു വേത്താണെന്ന് തോന്നിപ്പോകും. അപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമെല്ലാം കണ്ണൂർ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ പോകും കേട്ടോ. കണ്ണൂർ പോലീസ് മൈതാനിയിലും ടൗൺ സ്ക്വയറിലും ആയിട്ട് എന്തെങ്കിലും പരിപാടിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുത്തുണ്ടല്ലോ. അപ്പം എന്തുണ്ടെങ്കിലും ഫ്ലവർ ഷോ ആണെങ്കിലും എന്താണെങ്കിലും പോകും. അതെന്താണെന്നറിയില്ല, പണ്ട് അങ്ങനെ ഒരു നല്ല രസമാണ്. ഇപ്പം പിന്നെ അങ്ങനെ ഉപ്പയൊന്നും വരൂല, അതുകൊണ്ട് അങ്ങനെ പോകാനും തോന്നൂല. എല്ലാവരും കൂടി ഫാമിലി എല്ലാവരും കൂടി പോകുമ്പോൾ രസമാണല്ലോ. അപ്പോൾ ഈ ഒരു എക്സ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലെക്സ് എല്ലാം കണ്ടപ്പോൾ പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ മൃഗങ്ങളും ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് ആക്കുന്നുണ്ട്. അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ മോക്ക് അതെല്ലാം കണ്ടിട്ട് പേടിയാതായത്. അപ്പോൾ ഭയങ്കര എല്ലാത്തിൻ്റെയും സൗണ്ട് ഇങ്ങനെ ഒരുമിച്ചല്ലാണ്ട് ഒന്നിൻ്റെ സൗണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ അടുത്തതിൻ്റെ സൗണ്ട് അങ്ങനെ വരുന്നത്. അങ്ങനെ ഒന്നിൻ്റെ സൗണ്ട് നിന്നിട്ട് മറ്റൊന്നിൻ്റെ ആകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കലവില സൗണ്ടായിട്ട് തോന്നില്ല കേട്ടാ. പക്ഷേ ചെറിയ കുട്ടികൾക്കെല്ലാം ചിലപ്പം പേടിയാകും. അങ്ങനത്തെ ഒരു ഭയങ്കര ഭീകരമായ സൗണ്ടല്ലേനു. അപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സൗണ്ട് മാത്രമല്ല കേട്ടാ, ഇങ്ങനെ അനങ്ങെല്ലാം ചെയ്യുന്നുണ്ട്, നാവ് ഓർത്തിടുന്നുണ്ട്, ചെവി അനക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവരിങ്ങനെ കുറച്ച് മാസങ്ങൾ മാത്രമല്ലേ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത്രയും സെറ്റാക്കി ഇങ്ങനെയെല്ലാം ആക്കി എടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് തോന്നി. ഇതിങ്ങനെ ഇവിടെ തന്നെ നിൽക്കുന്നതല്ലോ, ഇവരിങ്ങനെ ഈ ഒരു ഫെയറിന് വേണ്ടിയിട്ടില്ല ഇത്രയും സെറ്റാക്കി വെച്ചത്. അപ്പം അത്രയും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗൊറില്ലനെ കാണാൻ വേണ്ടിയിട്ടുള്ള നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ പശുവും എല്ലാം അതിൻ്റെ കറക്റ്റ് സൗണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ടേനു. അങ്ങനെ നമ്മൾ കയറുന്ന ടൈം അത്രത്തോളം ആളുണ്ടായിട്ടില്ല കേട്ടോ. നമ്മളൊരു 4:30 ആകുമ്പോഴത്തേക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ടേനു. ആ ഒരു ടൈം ഭയങ്കര ഫുള്ള് ഒരു ആളൊന്നും ഇല്ലാണ്ട് കുറച്ച് സൈലൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കിൻ്റെ ബാക്കിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തതിന് എല്ലായിടത്തും. അതാണ് ഇങ്ങനെ വീഡിയോ എല്ലാം ഇങ്ങനെ അത്രത്തോളം എടുത്തു വെച്ചിന് കേട്ടോ. പിന്നെ നമുക്കിതെല്ലാം കാണാൻ വേണ്ടിയിട്ടൊരു ഓർമ്മയാണല്ലോ.
അതാന്നിങ്ങനെ എല്ലാ ഭാഗവും ഓൾമോസ്റ്റ് ഇങ്ങനെ വീഡിയോയിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് ബഹ്റൈനിലുള്ളതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ബഹ്റൈനിൽ നമ്മളെ റൂമിലുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു പാർട്ടി ലൈറ്റ്. അപ്പോൾ ഇടയ്ക്കലിങ്ങനെ കത്തിച്ച് വെറുതെ വൈബാക്കലുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ അവിടുത്തെ ഇതെല്ലാം മിസ് ചെയ്തു പോയി. അങ്ങനെ ഇതാ വലിയ തവളക്കുട്ടിയെല്ലാം ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം മോക്ക് തവളന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പെങ്കിലും ഇങ്ങനെ മഴയെല്ലാം പെയ്തിട്ട് തവള വരുന്ന കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം കണ്ടിട്ട് അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന് കേട്ടോ. ബാക്കി എല്ലാത്തിനും പേടിയാണെങ്കിലും തവളനെ ഇഷ്ടപ്പെട്ടിന്. അങ്ങനെ പിന്നെ നമ്മൾ സ്വന്തം അണ്ടർ വാട്ടർ ടണൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ടണലിൻ്റെ ഇട കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫെയറിന് തന്നെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടണലാണ് മെയിനായിട്ട് കാണണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു അക്വേറിയം മീനെല്ലാം കാണുമ്പോൾ മോക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മീനിൻ്റെ ടോയ് ആയാലും മീനിങ്ങനെ പോകുന്നത് കാണാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെ വരണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അക്വേറിയത്തിൽ കുറേ ടൈപ്പ് മീനെല്ലാം ഉണ്ട്. അപ്പോൾ സൈഡിൽ അതിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മീൻ കണ്ട ഇതിൻ്റെ കറക്റ്റ് ഇതേ സെയിം ടോയ് ഉണ്ട് കേട്ടോ എൻ്റെ മോളടുത്ത്. അപ്പോൾ അതങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ടാങ്കിൽ തന്നെ പല ടൈപ്പ് മീനെല്ലാം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പലതരത്തിൽ കാണുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനും ഭയങ്കര കളർഫുള്ളായിട്ടുള്ള പല ടൈപ്പ് മീനും എല്ലാം ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം 120 രൂപക്ക് എന്തുകൊണ്ടും വർത്തായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോയും അതിൻ്റെ കമൻറ്റും എല്ലാം നോക്കിയപ്പോൾ അങ്ങനെ വർത്തല്ല, 120 രൂപക്കുള്ളതൊന്നും ഇല്ല, അങ്ങനെയല്ലാണ് കേട്ടോ കണ്ടിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ഈ ഒരു ടണൽ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. പക്ഷെ വന്നപ്പോൾ കേട്ടോ ഭയങ്കരമായിട്ട് നെട്ടിപ്പോയത്. അത്രത്തോളം കാണാനുണ്ട്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. കണ്ണൂരുള്ളവർക്കെല്ലാം എന്തായാലും വന്നു അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും മിസ് ചെയ്യരുന്നേ ഞാൻ പറയൂ, അത്രത്തോളം കാണാനുണ്ട്. പല ടൈപ്പ് മീനും എല്ലാം ആയിട്ട് ഇനിയും ഉണ്ട് കേട്ടോ, കുറേയേറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇവിടുത്തെ ഫുൾ വിശേഷങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിൽ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 120 രൂപക്ക് വേർത്താണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതാ നല്ല അടിപൊളി സ്റ്റാർ ഫിഷ് എല്ലാം കണ്ട നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ മീനെല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന കാണാനെല്ലാം നല്ല രസമുണ്ടേനു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എന്തെല്ലോ ടൈപ്പ് മീനെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം മീനാണോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ കുട്ടികളെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം നല്ല രസമായിരിക്കും കേട്ടോ ഇത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടാൽ ഇങ്ങനെ കുറേ മീനെല്ലാം ഒരുമിച്ചിട്ട് ടി വിയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രത്തോളം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ മീനിനെ കാണുന്നതെല്ലാം നല്ല ഒരു വൈബായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലൂടെ നടക്കുന്ന ടൈമിന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കയറുന്ന ടൈമിലും കുറച്ച് ആളെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ചൊരു മിഡിലെത്തിയ ടൈമെല്ലാം ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ടായിട്ടുണ്ടേനു. അപ്പോൾ ഇതെല്ലാം നോക്കിയാട്ടെ നല്ല ചിറകെല്ലായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ മീനെല്ലാം ഉണ്ട്. ഈ ഒരു ഫെയറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ടണലാണ് കേട്ടോ. ഈ ഒരു ടണലിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. ഫുള്ള് വലിയ വലിയ ടൈപ്പ് മീനും ചെറിയ ചെറിയ മീനും എല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞി പൊടി പോലത്തെ മീൻ കണ്ട
ഫുള്ള് കളർഫുള്ളായിട്ട് നല്ല റെയിൻബോ കളറുള്ള നല്ല കുഞ്ഞു കുഞ്ഞു മീൻ ഇങ്ങനെ അതിലും നിറച്ചുള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ടണലിൻ്റെ ഒരു സൈഡ് മൊത്തം ഇങ്ങനെയേനു നല്ല റെഡും ബ്ലൂവും മിന്നിയും മഞ്ഞയും അങ്ങനെ പല ടൈപ്പ് കളറിലായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഓർബീസെല്ലാം വെള്ളത്തിലിട്ട് വെച്ച പോലെയെല്ലാം തോന്നുന്നുണ്ട്, നല്ലയുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ കളറില്ലാത്ത മീനും ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ. പിന്നെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് പിന്നെയും അക്വേറിയം തന്നെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ കണ്ട പോലത്തെ ചെറിയ ചെറിയ അക്വേറിയം പോലെ അതിൻ്റെ മിഡിലാണ് കേട്ടോ ഈ ഒരു ടണലുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിചാരിച്ച് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണെന്നാണ് കേട്ടോ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷേ ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവിടെ തന്നെ ഉള്ള ആൾക്കാരാണ് തോന്നുന്നത്. അങ്ങനെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. അവരിങ്ങനെ മീനിൻ്റെ മെടുക്കോട്ട് ഇങ്ങനെ പോകുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ലയുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഇടയിലോട്ട് മീനും, അപ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരോ ഒരാൾ ഇറങ്ങുകയോ കയറുകയോ ചെയ്യുന്നതും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് കുറച്ചിങ്ങനെ പെറ്റ്സ് എല്ലാം ആയിട്ട് കുറച്ചൊരു ചെറിയൊരു ഏരിയ ഉണ്ട്, കുറേ പല ടൈപ്പ് ബേർഡ്സും അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ അവിടെ നല്ല ഫാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അവിടെ വന്നിട്ട് കാറ്റെല്ലാം കൊണ്ട് അങ്ങനെ ഈ ഒരു കിളികളെയും ഈ ലവ് ബേർഡ്സും തത്തയും അങ്ങനെയെല്ലാം ആയിട്ട് കുറേ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അത്രത്തോളം ഇല്ലെങ്കിലും എന്നാലും കുറച്ചധികം വെറൈറ്റീസ് ആയിട്ടുണ്ട്. പിന്നെ കൺസ്യൂമർ സ്റ്റോൾ ഉണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെയെല്ലാം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഇതല്ലേ മക്കൾക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ കോഴിയും ലവ് ബേർഡ്സും അങ്ങനെയെല്ലാം ആയിട്ട് നല്ല ഉണ്ടേനും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടക്ക് അടയിരുന്നിട്ടെല്ലാം കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഓസ്ട്രിച്ച് കണ്ട, അപ്പോൾ ഇത് നമ്മളൊരിക്കൽ പെറ്റ് സ്റ്റേഷനിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടേനു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെയുള്ള ഓസ്ട്രിച്ചിനെല്ലാം കാണണമെങ്കിൽ നമ്മളിങ്ങനെ പെറ്റ് സ്റ്റേഷനിലോ അങ്ങനെ എവിടെയെങ്കിലും പോകണമല്ലോ, അല്ലാണ്ടൊന്നും കാണില്ലല്ലോ. ബാക്കി ലവ് ബേർഡ്സിനും പിന്നെ കോമൺ ആയിട്ട് വീട്ടിലെല്ലാം കാണുന്ന പോലത്തെ ടൈപ്പ് കോഴിയും എല്ലാം ഉണ്ടായിട്ടുണ്ടേനു. അങ്ങനെ ഇവിടെ നിന്നെല്ലാം കുറേ ടൈം ഇവിടെയും അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റോളിലെത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ കാര്യമായിട്ടെന്ന് വെച്ചിട്ട് ഇവിടെ അങ്ങനെ കുറേ ടൈം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോളിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കണ്ടത് ഇങ്ങനത്തെ കുറേ പല ടൈപ്പ് കളർ പില്ലോസാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അത് വാങ്ങിക്കണം തന്നെ ഉണ്ടേനും. പിന്നെ 100 രൂപ എന്ന് പറയുന്ന കേട്ടിട്ട് പിന്നെ ഇങ്ങനെ നേരെ നടന്ന്, അപ്പോൾ എന്നിട്ട് നേരെ നടന്നിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ എൻ്റെ കണ്ണുണ്ടായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പില്ലോ എല്ലാം ഇങ്ങനെ ബെഡിലിങ്ങനെ കുറേ അധികം പില്ലോ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റോളിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി നടക്കലാണ്. അപ്പോൾ ബെഡ്ഷീറ്റ്, പ്ലേറ്റ്, പിന്നെ ഇങ്ങനെ കിച്ചണിലേക്ക് വേണ്ടതും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പല ടൈപ്പ് പ്ലേറ്റും അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ ബോട്ടിലും എല്ലാം കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. റേറ്റെല്ലാം കോമൺ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ തോന്നി, റേറ്റിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ എന്തെല്ലോ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നോക്കി നടക്കാൻ തന്നെ നല്ല രസമാണല്ലോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫെയറിനും ഇങ്ങനെ ചൈനീസ് മേളയിലെല്ലാം പോയിട്ട് വെറുതെ ഇങ്ങനെ കറങ്ങി തിരിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലെങ്കിലും ഇങ്ങനത്തെ എല്ലാം സംഭവങ്ങളെല്ലാം കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളിൽ ഇങ്ങനെ നോക്കി അതിൻ്റെ റേറ്റ് നോക്കി മീഷോയായിട്ട് കമ്പയർ ചെയ്യലും മെയിൻ പരിപാടി എന്ന് വെച്ചാൽ, അപ്പോൾ മീഷോയിൽ ഇതിന് ഇത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ, മീഷോയിൽ ഇതിനേക്കാളും ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് നടക്കലേനും കേട്ടോ. ഇപ്പോൾ മീഷോയിൽ മുങ്ങിക്കുളിക്കുന്നതുകൊണ്ട് എന്താണെന്നറിയില്ല, എവിടെ പോയാലും മീഷോയായിട്ട് കമ്പയർ ചെയ്ത് പോകുന്നത്. അതങ്ങനെ നാച്ചുറലായിട്ട് ആയിപ്പോകുന്നതാന്ന് തോന്നുന്നു, അങ്ങനെ വിചാരിച്ചിട്ടാവുന്നതല്ല, അങ്ങനെ ആയിപ്പോകുന്നതാണ്. പിന്നെ മോമോസ് ഉണ്ടാക്കുന്ന ടൈപ്പ് പോലത്തെ ഒരു അച്ച് കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല, അങ്ങനത്തെ എന്തോ അച്ചാന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അനിയത്തി പറഞ്ഞത് ഇത് പുറം ചൊറിയുന്ന സംഭവമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഞാൻ ഇവിടെ കണ്ടപ്പോൾ കേട്ടോ അറിയുന്നത്. ഇതെല്ലാം ആരെയും കണ്ടുപിടിക്കുന്ന അങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ വാട്ടർ ബോട്ടിലും സോപ്പ് പൊട്ടിയും എന്തെല്ലോ കാണുന്നുണ്ട്, കുറേ മഗ്ഗും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ബോട്ടിൽ എന്ത് കളിച്ചിട്ടും തുറക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ലേനു, ഭയങ്കര കട്ടി. അപ്പോൾ അത് അവിടെ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ടേനു. അങ്ങനെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ എന്തെങ്കിലും എല്ലാം വാങ്ങണം എന്ന് തോന്നിയിട്ട് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പീലർ എടുത്തിട്ട് അതിലേക്ക്, അപ്പോൾ ഈ ഒരു ടൈപ്പ് പീലർ തന്നെ വേണം കേട്ടോ. എനിക്ക് മറ്റേ ടൈപ്പ് ഉണ്ടല്ലോ ഒരു നീളത്തിലുള്ളത്, അത് നമ്മളെ വീട്ടിൽ ആർക്കും സെറ്റ് ആവില്ല. അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് പീലർ കണ്ടപ്പോൾ അതങ്ങനെ എടുത്തിട്ടുണ്ട്.
പിന്നെ ഇങ്ങനെ നോക്കി എന്തെല്ലോ സിൽക്കൺ മൗൾഡും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട് കേട്ടോ. എന്തെല്ലോ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ നോക്കുമ്പോൾ കുറേ കാണുമ്പോൾ ഒന്നും വാങ്ങാൻ തോന്നൂല. അങ്ങനെ എന്തെല്ലോ സാധനങ്ങളാണ് കേട്ടോ ഉള്ളതൊന്നും എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാത്ത സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്ലോത്ത് ടൈപ്പ് വാട്ടർ ബോട്ടിലുണ്ട്. ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അതിലെല്ലാം എങ്ങനെയാകുമ്പോൾ വെള്ളം കുടിച്ചിട്ട് വെള്ളമെല്ലാം ആക്കാൻ വേണ്ടി പറ്റുക അറിയില്ല. പിന്നെ ഇതാ ഈ ഒരു തോക്ക് കണ്ട ഭയങ്കര പേടിയുള്ള ആൾക്കാർക്കെല്ലാം യൂസ്ഫുൾ ആകുന്ന ഇത്രയും നീളത്തിലുള്ള തോക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞാനെല്ലാം ഭയങ്കര ധൈര്യശാലിയായതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ച്. പിന്നെ ഇതാ കുറേ കാട്ടൻ കോരിയും ബക്കറ്റും അങ്ങനത്തെ എല്ലാം എന്തെല്ലോ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റോളിൽ. അങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി നോക്കി നടന്ന് എന്തെങ്കിലും ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഓരോ നോക്കുന്നത്. പക്ഷെ എല്ലാം കാണുമ്പോൾ വെറുതെ ഇങ്ങനെ വീട് നടക്കണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ലേനു. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് എല്ലാം കണ്ടാൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഫ്ലവർ ബാസ്ക്കറ്റ് പോലത്തെ സംഭവങ്ങളും വേസ്റ്റ് ബാസ്ക്കറ്റ് പോലത്തതും അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടാ. അപ്പൊ ശരിക്കും ഒരു ചൈനീസ് മേളയിലാറ്റം കയറിയ ഒരു ഫീൽ ചെയ്യുന്നു. പൊതുവേ ഈ ഫെയറിനെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. അപ്പം ഈ ഒരു മിറർ കണ്ടപ്പോൾ 60 രൂപയോളം കേട്ടോ വാങ്ങിക്കണം തന്നെ തോന്നിയേനു. പിന്നെ കളറ് പോയി പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടേനു. എനിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞു മിറർ കാണുന്നത് കുറേ ആയിട്ട് എല്ലായിടത്തും നോക്കുന്നത്. പക്ഷെ ഓരോന്നിനെല്ലാം ഭയങ്കര റേറ്റ് കാണുമ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ 60 രൂപക്ക് ആദ്യമായിരുന്നു കേട്ടോ കണ്ടത്. അപ്പോൾ ക്വാളിറ്റി തീരെ ഉണ്ടാവില്ല. എന്തായാലും 2-3 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കളറ് പോയാൽ പിന്നെ ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടെ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ടേനു. അങ്ങനെ ഇതാ ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി നോക്കി നടന്ന് നമ്മൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ 120 രൂപ നല്ലോണം മുതലാക്കിയിട്ടുണ്ടേനു. എല്ലായിടത്തും കുറേ ടൈം അങ്ങനെ നിന്ന് മെല്ലെ മെല്ലെ ഞാൻ കേട്ടാ പോയിട്ടുണ്ടായത്. പിന്നെ ഇതാവുമ്പോൾ കുറേ ആയിട്ട് നല്ലൊരു ഗ്ലാസ്സിന് നോക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ തീരെ ഗ്ലാസ് ഇല്ലേനും കപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചായയെല്ലാം കുടിക്കാൻ പറ്റിയ ടൈപ്പ് ഗ്ലാസ്സിന് നോക്കി. പിന്നെ ആ ഒരു നല്ല ഗ്ലാസ്സൊന്നും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ കുറച്ചിങ്ങനെ ബെൻഡായിട്ടുള്ള ടൈപ്പ് അല്ല എന്നുള്ളത്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് വേണമെന്നുണ്ടേനു. അപ്പം അത് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പം അതവിടെ തന്നെ വെച്ചിട്ടുണ്ടേനു. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കപ്പും നല്ല മൗൾഡും എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അപ്പം നല്ല രസമുള്ള എന്തെല്ലോ ഇങ്ങനെ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ അവിടെയെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി ലാസ്റ്റ് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ പിന്നെയും എൻ്റെ കണ്ണ് പില്ലോയിലേക്ക് തന്നെ പോയിട്ട് ഒരു പില്ലോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ. അത് വേണം തന്നെ അങ്ങനെ തോന്നിയിട്ട് പിന്നെ എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടമാവല്ലോ. അതുകൊണ്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടേനു. പിന്നെ ഇതാ നമ്മൾ നൊസ്റ്റു അടിക്കുന്ന കുറേ ടൈപ്പ് സ്വീറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിഗരറ്റ് ടൈപ്പ് എല്ലാം കണ്ട അതിലും പണ്ട് കാലത്ത് തിന്നുന്നതല്ലേ. അപ്പോൾ അത് ഒന്ന് തിന്നു വെക്കാന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ടുണ്ട്. പക്ഷെ അത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ എന്തെല്ലോ ടൈപ്പെല്ലാം കാണുന്നുണ്ട്. പിന്നെ പുളിമിഠായി അങ്ങനത്തെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടെഡ്ഡി ബിയർ ഉണ്ട്. ആദ്യം മാഷ്മെല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ കട്ട പോലത്തെ എന്തോ മിഠായിയാന്ന് തോന്നുന്നത്. പിന്നെ ഇതായി ഒരു കടല വരുന്നതും പല ടൈപ്പ് കേട്ടോ. നമ്മൾ പണ്ട് കണ്ട് മറന്ന ടൈപ്പ് കുറേ മിഠായിയെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റോൾ ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഷൂവിൻ്റെ കീച്ചേന് കണ്ടപ്പോൾ ഉപ്പാനെയാണ് കേട്ടോ ഓർമ്മ വന്നത്. ഷൂവിൻ്റെ ടൈപ്പ് എന്ത് കണ്ടാലും ഷൂവോ ചെരുപ്പോ എന്ത് കണ്ടാലും ഉപ്പാക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു ഷൂവിൻ്റെ കീച്ചെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഷൂവിൻ്റെ ആ ഒരു ഇത് വരുന്ന ടൈപ്പ് സ്പ്രേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാക്ക് ചെരുപ്പിൻ്റെ ഷോപ്പായതുകൊണ്ട് തന്നെ ചെരുപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് സംഭവങ്ങൾ എടുത്താലും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കീ ചെയിൻ എടുത്ത് പിന്നെ ഇതാ മോക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടോയ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കലാന്ന് കേട്ടാ. എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന വരെ അലമ്പാക്കൂലല്ലോ. പക്ഷേ വാങ്ങാൻ ഒന്നും മോക്ക് ഇഷ്ടമായിട്ടില്ല. എന്തെങ്കിലും ഇഷ്ടമായെങ്കിൽ അതെടുത്ത് നടന്നു കഴിഞ്ഞാൽ അതെടുത്ത് കളിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇതാ ബാഗ്, ഡ്രസ്സ്, ക്ലോക്ക്, പിന്നെ എന്തെല്ലാം ഉപ്പിലിട്ട പോലത്തെ സംഭവങ്ങളും കച്ചും പിന്നെ ഈ ഒരു വറുത്ത പോലത്തെ സംഭവങ്ങളും എന്തെല്ലോ ഉണ്ട് കേട്ടോ. ഇതെല്ലാം എന്താണെന്ന് തന്നെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേനു.
പിന്നെ ഇതാ പപ്പടം പൊരിക്കുന്ന പോലെ പൊരിക്കുന്ന എന്തെല്ലോ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കണം എന്നുണ്ട് കേട്ടാ. പിന്നെ ഇതെല്ലാം എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നതെന്നെല്ലാം ചിന്തിച്ചിട്ട് വാങ്ങാണ്ട് തിരിച്ചു വന്ന്. പിന്നെ നമ്മളെ കിണറ്റിലെ വെള്ളമെല്ലാം ഒരു ഉപ്പ് ചോയ്ക്കുന്ന പോലത്തെ ഒരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ ഫിൽറ്റർ വെക്കണം എന്നെല്ലാം വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും അതിൻ്റെ റിവ്യൂ എല്ലാം ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്നല്ലാണ്ട് ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം അങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്ന്. പിന്നെ ഇതാ ഒരു സ്റ്റോളിലെത്തിയപ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ കിട്ടിയപ്പോൾ അത് കയ്യിൽ നിന്ന് താഴെ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പൈസ ചോദിച്ചപ്പോൾ ഉണ്ട് 750 രൂപ എന്ന് പറഞ്ഞപ്പോൾ കിളി പോയി. പിന്നെ എങ്ങനെയല്ലോ താഴേക്ക് വെച്ച് വെക്കാൻ നോക്കിയിട്ടും അതിനെ തരുന്നുണ്ടായിട്ടേ ഇല്ല. തീരെന്ത് കളി കളിച്ചിട്ടും അതിനെ താഴെ വെക്കുന്നില്ല കേട്ടാ. പിന്നെ അതിനെ അങ്ങനെയല്ലോ പിടിച്ച് താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ബോൾ വേണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ബോളാണ് കേട്ടാ. ബോൾ എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ബോൾ എടുത്തിട്ട് വരും. അങ്ങനെ വീട്ടിൽ ഫുള്ള് ബോളാണ്. അതുകൊണ്ട് ബോൾ എങ്ങനെയാലും വാങ്ങൂലാന്ന് തീരുമാനിച്ചിന്. അങ്ങനെ ഇതാ ഈ ഒരു സംഭവം കണ്ട ഒരു കൊറോണ വൈറസിനെ പോലത്തെ ആ ഒരു സംഭവം വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് വേണം ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട ബോൾ മതി എന്ന് പറഞ്ഞ്. പിന്നെയും പൂച്ചനെയാണ് കേട്ടോ ഇങ്ങനെ പരതി നടക്കുന്നുണ്ടായത്. പൂച്ചനെ അങ്ങനെ സൈഡിൽ അങ്ങനെ മാറ്റി വെച്ച് വേറെ എന്തെല്ലോ ടോയ് ഉണ്ട് കേട്ടോ. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഈ ഒരു കൊറോണ വൈറസിനെ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതന്നെ വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അത് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും അതിൻ്റെ മൂക്ക് കടിച്ചു പൊട്ടിച്ചിട്ട് അതങ്ങ് ചമ്മിയ പോലെ ഇങ്ങനെ അമന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ 100 രൂപ പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇതാ കുറച്ച് പോപ്കോണും വാങ്ങി. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഒരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ച്. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ടൈപ്പ് ഐസ്ക്രീം ഉണ്ടല്ലോ, ഇങ്ങനത്തെ കോൺ ഐസ്ക്രീം, അങ്ങനത്തെ ഇത് എവിടെ കണ്ടാലും വാങ്ങണമെന്ന് തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐസ്ക്രീം എപ്പം വാനില മാത്രമേ വാങ്ങാറുള്ളൂ. ബാക്കി എന്ത് ഫ്ലേവറും അധികവും എന്തെല്ലോ മരുന്നെല്ലാം ചേർക്കുന്ന പോലെ തോന്നലുണ്ട്. വാനില ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഐസ്ക്രീം ഞാൻ ഇങ്ങനത്തെ എവിടെ പോയി കഴിഞ്ഞാലും വാനില മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ ഇതാ ഒരേ തിന്നലും കുടിക്കലും തന്നെയാണ് കേട്ടോ ആ പണി. പിന്നെ ഓരോ സ്റ്റോള് കാണുമ്പം പിന്നെ കുറച്ച് കോണും അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കയ്യിൽ വേണമെന്നിട്ട് പിന്നെ ഭയങ്കര കുൽമാലേനും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു സ്പൂണും കപ്പും കൂടി വാങ്ങിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് പോക്കാന്ന്. അപ്പോൾ അതിൽ കുറച്ചങ്ങ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഓളാടെ സെറ്റ് ആയിക്കോളും. പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അടങ്ങി ഇരുത്തണമെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടോയ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കയ്യിൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അനങ്ങാണ്ടിരിക്കും, അല്ലെങ്കിൽ കീഴ് നടക്കും, ഓരോ സ്ഥലത്തേക്ക് ഓടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഭയങ്കര കഷ്ടപ്പെടാന്ന് നോക്കി ബേക്കുന്ന ഓടല്. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കളിക്കാനും അങ്ങനെ തിന്നാലായിട്ട് ഇങ്ങനെ കൊടുക്കലാന്ന് കേട്ടാ. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ വേണ്ട ഇത് ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് പാർസലാക്കിയിട്ട് വീട്ടിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കോളിഫ്ലവർ പൊരിച്ചത് പാർസലാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ റൈഡും അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നിലും കയറിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതാ കുറേ സ്റ്റോളും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ലാസ്റ്റ് ഒരു പോപ്കോണും കൂടി വാങ്ങിച്ച് അപ്പോൾ പാർസലും കൂടി ആക്കിയിട്ട് വേറൊരു ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് തൊട്ട് പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അനിയത്തി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് സമയം പുറത്തിരുന്ന്. അപ്പോൾ നല്ല പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പണ്ടത്തെ സിനിമ പാട്ടുണ്ടല്ലോ അതെല്ലാം വെച്ചോണ്ട് ഇവിടുന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. അതെല്ലാം അങ്ങനെ കേട്ടിരുന്ന് പോകും കേട്ടോ. നല്ല നൊസ്റ്റു അടിക്കുന്ന പണ്ട് ബസ്സിനെല്ലാം വെക്കുന്ന കേട്ട് പരിചയമുള്ള പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇവിടുന്ന് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ മടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകാമെന്നു വിചാരിച്ചത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ക്യാപിറ്റൽ മാളിലേക്കും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ചധികം ലെങ്തായി പോയിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കൂടി ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോസ് എല്ലാം കാണാത്തവരെല്ലാം പോയിട്ട് കണ്ടിട്ട് ചാനൽ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസും എല്ലാം കാണാൻ ഞാൻ പല ടൈപ്പ് വീഡിയോസും അപ്ലോഡ് ആക്കലുണ്ട്. അപ്പോൾ എല്ലാം കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.